പഴയ പോലെ അങ്ങോട്ട് വയ്യ. എനിക്ക് തോന്നി. ചങ്കുണ്ണിയാരെ നടക്കുമ്പോ കാലിനൊരു പെരിപ്പ്, ശരീരത്തിന് മൊത്തത്തിലൊരു മരവിപ്പ്, തലയ്ക്കൊരു പരിപ്പ്. ആണോ? എല്ലാം കൂടെ അങ്ങൊരു അലസതയാ. ഈ വൈദ്യരെ കാണിച്ചില്ലേ? ഇതിനെ കാണിച്ചു. വൈദ്യരെന്താ പറഞ്ഞേ? വൈദ്യര് പറഞ്ഞു കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു. അയ്യോ, എന്താ പറഞ്ഞേ? വൈദ്യര് പറഞ്ഞേക്കണത് വാർദ്ധക്യ സഹജമെന്നോ അങ്ങനെ എന്തുവാ പറഞ്ഞേക്കണേ. എന്ന് വെച്ചാല് പ്രായമായി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതെയോ? ആ തമ്പ്രാന്റെ കൂടെ നടന്ന് ഞാനിപ്പോ വെള്ളം കുടിക്കുമല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നതെന്ന് അറിയാമോ? വാവുണ്ട്. ഫലിത ബിന്ദുക്കൾ ഇങ്ങടെ അടിക്കണ്ട. പിന്നെ അവൻ പറയണ കേക്ക, വെള്ളം ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. സർദാർജി ഫലിതങ്ങൾ പൊക്കിയെടുക്കുക. ശങ്കുണ്ണിയാർക്ക് വേറൊരു കഥ അറിയോ? എന്താ? പണ്ട് ആമയും മുയലും കൂടെ ഓട്ടത്തിന് പോയപ്പോൾ ജയിച്ചൊരു കഥ. അന്ന് ആരാ ജയിച്ചത്? ആർക്കാ സംശയം? ആമ അല്ല. പിന്നെ നോ പറയുന്നു, അന്ന് ജയിച്ചത് മുയലാണ്. എന്താ തമ്പ്ര ഈ പറയണേ? ശങ്കുണ്ണിയായരെ, നമ്മളൊന്ന് പറയണ കേക്കുക. ഈ മത്സരം നടക്കണ എവിടെ വെച്ചാന്ന് അറിയോ? എവിടെ വെച്ചാ? തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വെച്ച്. ഒരു തമിഴനാ അതിന്റെ ജഡ്ജി. ഈ ആമയും മുയലും കൂടെ അങ്ങോട്ട് ഓടുവാ. ഈ ആമയും മുയലും കൂടെ ഓടിയപ്പോൾ മുയലാ ജയിച്ചത് സത്യത്തില്. അപ്പൊ ജഡ്ജിസിനോട് ചോദിച്ചു, ആരാ ജയിച്ചത്? മുയലല്ലേ മുയലല്ലേ എന്ന് എല്ലാരും കൂടെ ചോദിച്ചപ്പോ പറഞ്ഞു, ആമാ ആമാ. അപ്പൊ ആൾക്കാര് വിചാരിച്ചത് ആമയാണ് ജയിച്ചെന്നാ. പക്ഷെ സത്യത്തില് തമിഴിലൊരു ഭാഷയാ ജയിച്ചത്. ആമയാ ആമാ ആമാ എന്ന് പറഞ്ഞത്. അതാ അതിന്റെ ഒരു വിറ്റ്. നമ്പൂരി ഫലിതം ഉള്ളതുകൊണ്ട് ഇങ്ങനെ തമ്പ്രാൻ ഇങ്ങനെ ജീവിച്ചു പോണൂല്ലേ? അങ്ങനെയാണല്ലോ നമ്മള് ജീവിക്കേണ്ടതാ. ശങ്കുണ്ണിയാരെ, എന്താ തമ്പ്ര? മനസ്സിന് എന്തോ ഒരു ഭയങ്കര ജിംബ്രാസം. എന്താ ഒരു മൃങ്ങാസം? മൃങ്ങാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ എന്തെങ്കിലും തെറ്റിയത് കഴിഞ്ഞാൽ അച്ഛനമ്മമാര് ശാസിക്കുന്നത് പതിവാ അല്ലേ? അത് പതിവാ. ശിക്ഷിക്കണം. എന്നാലും സ്വന്തം മകൻ കിടക്കപ്പായിൽ മൂത്രമൊഴിച്ചതിന്റെ പേരില് ഒരമ്മ തല്ലുന്നത് ശരിയാണോ? അതെന്ത് അമ്മയാത്? തല്ലാ പാടില്ല തമ്പ്ര. എന്നാൽ എന്റെ അമ്മ തല്ലി എന്നെ. ആണോ? അതും എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച്. 19 വയസ്സായ മകളും കണ്ടു നിൽക്കുക. അവിടെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച ഐസ് കട്ട പോലെയായി ഞാൻ. ഉരുകി തീർന്നു ഞാൻ. എന്താ ചെയ്യുക? നാണം കെട്ട് നാറിയിട്ട്. നാണം കെട്ടല്ലേ? അല്ല തമ്പ്രാനല്ല, സ്വാഭാവികമായിട്ടേ. ശങ്കുണ്ണിയാരങ്ങ് കുറച്ചങ്ങോട്ട്